ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നിങ്ങൾ പറയുമ്പം ഇതും കഴിഞ്ഞു വരുന്ന ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരൻ്റാണ് ഞാൻ. അതായത് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സും ഒരു കുട്ടിക്ക് 3 വയസ്സുമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ജനറേഷനാണ് ഈ 90s കിഡ്സ് എന്ന് പറയുന്ന തന്തവൈബും തള്ളവൈബുമുള്ള ഞങ്ങൾ വളർത്തുന്നത് പക്ഷേ ബീറ്റ ജനറേഷനെയോ ആൽഫ ജനറേഷനെയോ ആണ്. അത് എപ്പിടി താങ്ങും? പല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിപ്രായം പറയാതെ, പലരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. അവൾ എന്തിനു പഠിക്കണം? അതല്ലേ, അവൾ എന്തിനു പഠിക്കണം? അവൾ എന്തായാലും മരിക്കാനുള്ളവൾ തന്നെയാണ്. മുന്നോട്ട് ഇതൊരു അപ്പീലിന് പോകാനോ രക്ഷപ്പെടാനോ എന്തെങ്കിലും ഒരു പഴുതിലൂടെ രക്ഷപ്പെടാൻ ഒരു അവസരത്തിൽ കൊടുക്കാൻ പാടില്ലെന്നാണ് അഭിപ്രായം. അവർ വെട്ടിക്കളയുമെന്നാണ് പറയുന്നത്. നല്ലൊരു വിധി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന മേൽക്കോടതികളിൽ നിന്നും. ന്യായമായ ഒരു വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ സ്നേഹിക്കുന്നവർക്ക് ഇനി ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മെസ്സേജാണ്. കോടതി എന്തായാലും നല്ലൊരു വിധിയാണ് എന്നിങ്ങനെ, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇത് എന്തോ പ്ലാൻ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സ്നേഹിക്കുന്നവരിൽ അത് ചെയ്ത തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ മനസ്സാക്കിയവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോടതി എടുത്ത നിലപാട് എല്ലാവർക്കും ഒരു സമൂഹത്തിലൊരു മെസ്സേജാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറ്റിക്കോ പുള്ളിക്കാരൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ടാണ് ആ കുട്ടിയെ പ്രണയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി പുള്ളിക്കാരന് തിരിച്ചിങ്ങനെ ഒരു ചെയ്യേണ്ടി ഇരുന്നില്ല. അത് റോങ് മെസ്സേജാണ് കുട്ടി കൊടുത്തത്. എന്തായാലും ആ കുട്ടി ശിക്ഷ അർഹിക്കുന്നുണ്ട്. 100% എനിക്ക് പേഴ്സണലി ഇത് കറക്റ്റാണ്. സമൂഹത്തിനൊരു മെസ്സേജ് കൂടിയാണ്. കാരണം ആ പുള്ളിക്കാരൻ ഈ 14 ദിവസം ബെഡിൽ കിടന്നിട്ട് പോലും ആ മരണസമയത്ത് പോലും പുള്ളിയെ സ്നേഹിച്ച പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അത് തന്നെ അവൾക്ക് മനസ്സിലാക്കാണ്ട ഒരു ഇതാണ്. കാരണം അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയത് തന്നെ ഇപ്പോഴും ആ കുട്ടിക്ക് നിയമം നടപടി കിട്ടിയിട്ട് പോലും അതിൻ്റെ മുഖത്തൊരു പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നുമില്ല. അപ്പോൾ ആ കുട്ടിക്ക് അത് അർഹിക്കുന്നുണ്ട്. ആ കുട്ടി അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും. അതെ, ഒരു മെസ്സേജ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആണോ പെണ്ണെന്ന് പറയത്തില്ല. ആരായാലും റിയലായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെ കൊല്ലേണ്ട രീതിക്ക് വരരുത്. നമ്മളതിൻ്റെ ആവശ്യമില്ല. സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കുക, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ കൊന്നിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? അവർക്കൊന്നും ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് ആ കുട്ടി കൊടുക്കുന്നുണ്ടല്ലോ. ഒന്നും കിട്ടിയിട്ടില്ല. ആ കുട്ടിക്ക് കിട്ടേണ്ട ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല നടപടിയാണ് കോടതി എടുത്തേക്കുന്നത്. നല്ല മെസ്സേജാണ്. ഇല്ല, അത് എനിക്ക് തോന്നുന്നു അത് പറ്റത്തില്ല. കാരണം ഈ ഒരു ശിക്ഷ വിധിച്ചപ്പോൾ തന്നെ സമൂഹത്തിലെ എല്ലാ 100% ആൾക്കാരും അത് അംഗീകരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടിക്ക് വേറൊരു ഓപ്ഷൻ കൊടുത്താലും, ഹയർ ഓപ്ഷൻ കൊടുത്താൽ ചിലപ്പോൾ മാറുമായിരിക്കും. എന്നാലും നമ്മൾ ജനങ്ങൾ എഴുതിയ വിധിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇത് മാറിയെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. മാറാൻ പാടില്ല. ഇതിനെ കൊടുക്കണം, എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാണ് ഒരു ഇത്. എനിക്കത് പറയാൻ പറ്റും. നമ്മളെ സമൂഹത്തിൽ മനുഷ്യരെങ്ങനെയാണെന്ന് അറിയാലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം അമ്മയെ സ്വന്തം മോൻ കൊന്നിട്ടുണ്ട് ഇല്ലേ? അത് ഒരു കഞ്ചാവിൻ്റെ ഒരു പുറത്താണ്. അപ്പം അത് തന്നെ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ ഓനം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സമൂഹത്തിൽ ജനങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നില്ല. അതാണ് നടക്കുന്നത്. പേടിക്കേണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാലഘട്ടം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്നുവെച്ചാൽ കണ്ടില്ലേ, സ്നേഹിച്ചവരെ തന്നെ നമ്മളിപ്പോൾ കൊന്ന് കളയുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. ഇതിപ്പോൾ ആ പയ്യൻ ആ കുട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മെസ്സേജൊക്കെ കൊടുക്കുമ്പോൾ അത്രയും മനസ്സിലാക്കിക്കൂടെ? അത് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ പ്രേമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നടക്കുന്ന കാലഘട്ടമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എനിക്കറിയില്ല, ലവ് ചെയ്യാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. അതേ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ഒരുപാട് ബഹുമാനിക്കുകയും അതിൽ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ല. ഇതിൻ്റെ റൈറ്റ് വേർഷൻ എന്താണ്, നമ്മൾ ആലോചിച്ചാൽ എത്തുന്ന കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളോ അല്ല. അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ ഇതിൻ്റെ പല പുറങ്ങളും ചർച്ച ചെയ്ത് അവസാനം നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള തരത്തിൽ ഞാനിത് ഇങ്ങനെ തന്നെ വേണ്ടിയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ പല വീഡിയോസും, അതായത് ഭയങ്കര ട്രസ്റ്റ് ബിൽഡ് ചെയ്യണ തരത്തിൽ പുറത്ത് വന്നിരിക്കുന്ന ഫോൺ കോൾസൊക്കെ കാണുമ്പോൾ എനിക്ക് അതിശയമാണ്. നമ്മൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഈ വോയിസ് മാത്രം കേട്ട് വോയിസിലൂടെ ഒരാളുടെ മുഖം വരയ്ക്കുകയും അവരെ പറ്റി ഇമാജിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ട് ആ ഫോൺ കോളിൽ ഒരു പതർച്ച പോലും വരാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ, ഇങ്ങനെയും ആൾക്കാർ സംസാരിക്കുമോ, ഇങ്ങനെയും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുമോ, ഇങ്ങനെയൊക്കെ മനുഷ്യരോ എന്ന് തോന്നിപ്പിച്ച തരത്തിലുള്ളൊരു ഫോൺ കോളായിരുന്നു. പല വീഡിയോസും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഫോൺ റെക്കോർഡിങ്സും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഞെട്ടലാണ്. നമ്മൾ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആലോചിക്കുമ്പോൾ. അതായത് ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നിങ്ങൾ പറയുമ്പം ഇതും കഴിഞ്ഞു വരുന്ന ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരൻ്റാണ് ഞാൻ. അതായത് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സും ഒരു കുട്ടിക്ക് 3 വയസ്സുമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ജനറേഷനാണ് ഈ 90s കിഡ്സ് എന്ന് പറയുന്ന തന്തവൈബും തള്ളവൈബുമുള്ള അപ്പോൾ ഞങ്ങൾ വളർത്തുന്നത് പക്ഷേ ബീറ്റ ജനറേഷനെയോ ആൽഫ ജനറേഷനെയോ ആണ്. അത് എപ്പിടി
താങ്ങും എന്നാണ് മനസ്സിലാവാത്തത് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇതേ നമ്മളിങ്ങനെ പല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിപ്രായം പറയാതെ പലരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. അപ്പോൾ ഇനി ഇതും കഴിഞ്ഞ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന അടുത്ത ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ റീസെൻ്റായിട്ട് വന്ന ഫോൺ കോൾസൊക്കെ കേട്ടപ്പോൾ ലാസ്റ്റ് അച്ഛാ ഞാൻ മരിച്ചു പോവും, എനിക്കിതാണ് സംഭവിച്ചതെന്ന് ലാസ്റ്റ് അച്ഛനോട് സംസാരിച്ചതായിട്ട് അങ്ങനെ ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പോൾ അത് കേട്ട് നിന്ന് കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോയതെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട അച്ഛൻ അതെങ്ങനെ താങ്ങിക്കാണും എന്നാണ് ഞാൻ. പുള്ളി ഓൾറെഡി പുള്ളിക്ക് ഇനിയും അതായത് ഒരു മകനെ അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെട്ട ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേയറ്റത് ആ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റാൻ കഴിയാത്തൊരു ദുഃഖമാണ്. അപ്പോൾ അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ കിട്ടും. അത് ഞാൻ എൻ്റെ ഈ പറയുന്ന എല്ലാ പൗരന്മാരെയും പോലെ ഞാൻ എൻ്റെ നിയമവ്യവസ്ഥയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടും ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. പിന്നെ ടി വി ഓൺ ചെയ്യുമ്പം ഈ പറയുന്ന ഒരു പാനിക് ആകുന്ന സിറ്റുവേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല. പക്ഷെ ഒരു ടി വി ഉള്ള വീട്ടിൽ റിപ്പോർട്ട്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലോട്ട് കയറുമ്പം ഇങ്ങനെ ഹാർട്ട് ബീറ്റ്സ് കൂടും. അയ്യോ ആ ടി വി ഓഫ് ചെയ്യൂ, എനിക്കൊന്നും കേൾക്കണ്ട. എന്നുവെച്ചാൽ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഒരിടത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടി വി ഇല്ല, ഇങ്ങനത്തെ അമിതമായിട്ടുള്ള ഈ ചുറ്റുപാട് നടക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഇഷ്യൂസൊന്നും അങ്ങനെ ഡെയിലി ബേസിസിൽ കേൾക്കുന്നില്ല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. കേട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ സമാധാനം ഇല്ലാതാവുമായിരിക്കും. അതുകൊണ്ട് ഉടനെ ഒന്നും കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ സന്തോഷം തോന്നി. കിട്ടേണ്ടത് തന്നെയാണ്. ഒരാളുടെ ജീവൻ കൊണ്ട് നശിപ്പിച്ചിട്ട് എന്നിട്ട് ആ പുള്ളിക്കാരത്തി പറയുക 38-36 വയസ്സ് കഴിഞ്ഞാൽ പഠിക്കാമെന്ന്. എന്ത് ഒരാളുടെ ജീവിതം കൊണ്ടുവന്ന് നശിപ്പിച്ചിട്ടോ? ഇല്ല, മാറിയ എനിക്ക് പേഴ്സണലി എനിക്കതൊരു ദഹിക്കണ ഒരു ഡൈജസ്റ്റ് ചെയ്യണ ഒരു കാര്യമേ അല്ല. കിട്ടേണ്ടത് തന്നെ കിട്ടിയത്. അവൾ എന്തിനു പഠിക്കണം? അതല്ലേ, അവൾ എന്തിനു പഠിക്കണം? വാർത്തയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യഭാവമായിരുന്നു. എന്തോ തോന്നിയെന്ന് വെച്ചാൽ അവൾ എന്തായാലും മരിക്കാനുള്ളവൾ തന്നെയാണ്. ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയുന്നുണ്ട് ICUവിൽ കിടന്ന സമയത്ത് വായിന്ന് നൊരയും പതയൊക്കെ വന്നിട്ടുണ്ട് ആ ചേട്ടനും. ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ കത്തിപ്പോയ നിലയിൽ. അങ്ങനെയൊക്കെ ഉള്ള എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരു മനുഷ്യനെ തന്നെ എങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇതൊന്നും മനുഷ്യനെ ജനിച്ച തന്നെ എന്താ, അതാണ് മൃഗങ്ങൾക്ക് പോലും അങ്ങനെ. എല്ലാവരും അങ്ങനെയാണ് അല്ലല്ലോ. പ്രണയിക്കുന്നവർ സിൻസിയർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകും. അല്ലാത്തവർ ഈ ഫേക്കായിട്ട് എന്തിനാണ് ഒരാളുടെ ലൈഫ് കൊണ്ടൊന്ന് വെറുതെ നമ്മൾ നശിപ്പിക്കണം? മറ്റു ബാക്കി പറയുകയാണെങ്കിൽ തെണ്ടിത്തരം, തെണ്ടിത്തരം. ഈ പ്രേമിച്ചിട്ട് തേക്കുന്നതും തെണ്ടിത്തരം. അത് സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ നമ്മളൊരാൾക്ക് അറിഞ്ഞു കൊടുക്കുന്നതായിരുന്നാലും അയാൾക്ക് അത് കിട്ടാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ അതങ്ങ് പോവും. അത്രയേ ഉള്ളൂ. വിധി വന്നപ്പോൾ നല്ല വിധിയാണെന്ന് തന്നെയാണ് തോന്നിയത്. കാരണം ശരിയാണ്, സ്ത്രീകൾക്ക് സംരക്ഷണം വേണം. ഇന്ത്യൻ ഭരണഘടന മാനസാന്തരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഒരാൾക്ക് മാറാനുള്ള ഒരു സമയം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എത്രയായാലും 24 വയസ്സുള്ള ഒരു പയ്യൻ തന്നെയാണ്. ചെറിയൊരു ഏജ് മാത്രമേ ആ ഷാരോൺ എന്ന് പറയുന്ന ഒരാൾക്കും ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ജീവൻ എടുത്ത ഒരാൾ വീണ്ടും നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് വിചാരണ തേടി തന്നെ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം വേദനാജനകമായിരിക്കും. ഒരാളുടെ ജീവൻ എടുക്കുന്നതാണോ പരിഹാരം എന്ന് ചോദിക്കാം. പക്ഷേ ഇത് ആക്സിഡൻ്റലി സംഭവിച്ച ഒരു കാര്യമല്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൃത്യമായ 4-5 വർഷത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത്രയുമൊക്കെ സ്നേഹിച്ച ഒരാളെ എങ്ങനെയാണ് അങ്ങനെ അവയവങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്ന രീതിയിൽ മരിക്കാൻ കിടക്കുന്നു എന്നറിഞ്ഞിട്ടും എങ്ങനെയാണ് പറയാതിരിക്കാൻ തോന്നിയത്? അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിയമവശങ്ങളാണല്ലോ, എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞാൻ ഇതിനെ സമീപിക്കുന്നത് വൈകാരികമായിട്ട് തന്നെയാണ്. ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അനിയന്മാർക്കോ ചേട്ടന്മാർക്കോ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും പെൺകുട്ടി എന്നുള്ളൊരു ആനുകൂല്യം നമ്മൾ കൊടുക്കൂലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ തന്നെയും ഇപ്പോൾ വേറൊരാളോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഒരു പരിഗണനയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അഭിപ്രായം. അതിന് ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും ഇതിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ മേൽക്കോടതികളിൽ ചെല്ലുമ്പോൾ അത് എങ്ങനെയാണ് ഷാരോണിൻ്റെ കുടുംബത്തെയും കൂടി ബാധിക്കും എന്ന് ഓർത്തിട്ട് ആയിരിക്കുമല്ലോ എന്തായാലും വിധി ഉണ്ടാവുക. നല്ലൊരു വിധി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മേൽക്കോടതികളിൽ നിന്നും. വിധിയോട് യോജിക്കുന്നുണ്ട്, കറക്റ്റാണെന്ന് തോന്നുന്നു. ശരിക്കുള്ള വിധി ആവണം, ആയിട്ടേ കാര്യമുള്ളൂ. അതിനുവേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെ. അപ്പം ശരിക്കുള്ള വിധി തന്നെ ആയിരിക്കണം. അല്ല, പഠിക്കണം എന്നൊക്കെ ചിന്തയുള്ളവർ ഇത്രയും പ്ലാൻ ചെയ്ത ഒരു പയ്യനെ കൊല്ലത്തില്ലല്ലോ. പഠിക്കണമെന്ന് ചിന്തയുള്ളവർ പഠിക്കൂലേ? പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അബദ്ധത്തിലൊക്കെ സംഭവിച്ചതാണെങ്കിൽ ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. പെട്ടെന്നുള്ള ഫ്രസ്ട്രേഷനിൽ ചെയ്തതാണ് അങ്ങനെയൊന്നല്ലോ. ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരിക്കലും കണ്ടാൽ ചീറ്റിപ്പോയി അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പം ഈ വിധി കറക്റ്റ് തന്നെയാണ്.
ഇനി ഒരു കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. ഇനി ഒരിക്കലും ഇതൊരു പാഠമായിരിക്കണം. ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നഷ്ടം എപ്പോഴും ആ കുടുംബത്തിനാണല്ലോ, ഷാരോണിൻ്റെ കുടുംബത്തിനാണല്ലോ. ഒരു പാഠം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പ്രണയിക്കണം. ഈ വിധി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. അപ്പം അതുപോലെ ആവാതെ ഇത് ഉടനടി പ്രാബല്യത്തിൽ വരണം. അല്ലാതെ മുന്നോട്ട് ഇതൊരു അപ്പീലിന് പോകാനോ രക്ഷപ്പെടാനോ എന്തെങ്കിലും ഒരു പഴുതിലൂടെ രക്ഷപ്പെടാൻ ഒരു അവസരം ഇതിൽ കൊടുക്കാൻ പാടില്ലെന്നാണ് അഭിപ്രായം. എങ്ങനെയാണെങ്കിലും ഈ വിധിയെ പ്രാബല്യത്തിൽ വരുത്തണം. നല്ലൊരു വിധിയാണ്. കാരണം എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒന്നും ചെയ്തുകൂടാ, പ്രണയം ഓക്കെയാണ്, 100% ഓക്കെ ആണെങ്കിൽ മാത്രം അവർ പ്രണയിക്കാൻ പോവുക. അല്ലാത്ത പക്ഷം വെറും ടൈം പാസിനാണെങ്കിൽ പോവാതിരിക്കുക. കറക്റ്റാണ്. ഇതേ ഒരു സ്ത്രീക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇവർ ഇങ്ങനെ അതിന് എതിർക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു എന്തൊക്കെ ആയിരിക്കും ഇവിടെ ഒരു ഇങ്ങനെയൊക്കെ വരുന്നത്. അത് ഷാരോൺ ആ രേഷ്മയുടെ പുള്ളിക്കാരത്തിൻ്റെ പേര് ഗ്രീഷ്മയുടെ ഇതിലാണ് ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവരൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ഈക്വാലിറ്റി തന്നെയാണ്. ഇങ്ങനൊരു ലോന് ഇല്ലാതാക്കി അതിനെ കറക്റ്റായി എന്ത് പറയാനാ, അത് ശരിയല്ല. ഈ ശിക്ഷ തന്നെയാണ് വേണ്ടത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ ഈക്വൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഇതിലും ഈക്വൽ ഇത് തന്നെയാണ് വേണ്ടത്, ശിക്ഷ തന്നെയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമാസമം വരില്ലല്ലോ. എന്താണ് സമാസമം എന്ന് പറയുന്നത്? അല്ലേ നഷ്ടം നമുക്ക് പിന്നെയും നമുക്ക് ഇതേപോലെ ഒരു നടക്കുമ്പോഴത്തേക്കും അപ്പം എടുത്തു വെച്ച് പറയണമല്ലാതെ അത് ശരിയല്ല. ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ശിക്ഷയും അതിൻ്റെ ആയിട്ടുള്ള ഒരു ലോവും കൊണ്ടുവന്നില്ലെങ്കിൽ, അതിൻ്റെ ആയിട്ടുള്ള ഒരു മാതൃക ജഡ്ജ്മെൻറ്റ് ഇവിടെ തന്നെ കൊണ്ടുവന്നെങ്കിൽ, ഈ ടൈമിൽ തന്നെ കൊണ്ടുവന്നെങ്കിൽ ഇത് നടക്കാതെ സംഭവിക്കും. ഇപ്പം തന്നെ നമുക്ക് ഖത്തറിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ റേപ്പ് കേസസും ഇതുമൊക്കെ കുറവ്. അവർ വെട്ടിക്കളയുമെന്നാണ് പറയുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ. അതേപോലെ എല്ലായിടത്തും കൊണ്ടുവരണം. നമ്മൾ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നാൽ മാത്രമേ ഇനി ശിക്ഷ ഒരു തെറ്റ് നടക്കാൻ നമ്മൾ ഓർക്കത്തുള്ളൂ. ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം ഓർക്കത്തുള്ളൂ. ഇത് ചുമ്മാ അടുത്ത ദിവസം നമുക്ക് ഒരു 20 വർഷം കടന്നിട്ട് 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബെയിൽ കിട്ടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറി ചെയ്യാൻ തുടങ്ങത്തേ ഉള്ളൂ. വേറെ എന്ത് ചെയ്യാൻ? ചട്ടങ്ങൾ മാറണം, വേറെ വഴിയില്ല.